അപ്പോൾ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ എവിടെ പോയാലും ഇപ്പം നേരിടുന്ന ഒരു ചോദ്യം ഇതായിരിക്കുമല്ലോ. അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്, നിങ്ങൾ രണ്ടുപേരെയും ആക്ടേഴ്സ് എന്ന രീതിയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കുന്ന അധികം ആരും വിചാരിച്ച് കാണില്ല അല്ലേ? അത് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഞങ്ങള് മീറ്റ് ചെയ്യുന്നത് ഈ പ്രോജക്റ്റിലാണ് മീറ്റ് ചെയ്തത്. മുമ്പേ അറിയാം ഇങ്ങനെ ടോഷ് ക്രിസ്റ്റി എന്ന് പറഞ്ഞ ടോഷ് ക്രിസ്റ്റീന്ന് അറിയുന്നതിനേക്കാളും കൂടുതൽ മുളുമൂട്ടിൽ അടിമ എന്നുള്ള ക്യാരക്ടറായിരുന്നു. അപ്പം കായംകുളം കൊച്ചുണ്ണി സീരിയൽ. അപ്പം അത് ഞാൻ ഓഫ് ആൻഡ് ഓൺ കണ്ടിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ടോഷേട്ടൻ അങ്ങനെ നേരിട്ട് പരിചയമില്ല. ടോഷേട്ടനും അതെ, ഞങ്ങൾ ഒരേ പ്രോജക്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ വന്നില്ല. സോ ഇവിടെ വന്നു, പരിചയപ്പെട്ടു, ഫ്രണ്ട്സായി. എവിടെയോ ഒരു ബൾബ് കത്തി മണിയടിച്ചു. അപ്പൊ പിന്നെ ഞങ്ങള് സംസാരിച്ചു, സബ്സ്ക്രൈബ് ചെയ്തു. ഐ ലവ് യു എന്ന് പോലും ഞങ്ങൾ വിവാഹത്തിന് ശേഷം അങ്ങനെ ഒരു വേർഡ് ഞങ്ങള് ഒന്നും. അതാ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചു, കോഡുകളൊന്നും ഉണ്ടാക്കാനുള്ള സമയം അതിന്റെ ആവശ്യവും വന്നില്ല. ഞങ്ങളുടേതായ കാര്യങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞങ്ങൾ ഷെയർ ചെയ്തു. രണ്ടുപേർക്ക് അത് ഓക്കെ ആയിരുന്നു. അപ്പം ഒരു 1 വീക്ക് ടൈം ഞങ്ങൾ എടുത്തു. ആകെ 1 വീക്ക് ടൈം എടുത്തു. എന്നിട്ട് ഓണത്തിന് ഒരു 2 ഡേയ്സ് മുമ്പ് ഞങ്ങളുടെ പേരൻസിന്റെ അടുത്ത് ഒരേ സമയത്ത് ഒരേ ദിവസം പറഞ്ഞു. അതെ, ചേട്ടൻ കുന്നംകുളത്തും പറഞ്ഞു, ഞാൻ ചെന്നൈയിലും പറഞ്ഞു. എന്നിട്ട് പിന്നെ പേരൻസിനും ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് വില്ലന്മാരൊന്നും ഇല്ല, അങ്ങനെ ആരുമില്ല. നിങ്ങളുടെ ശരിക്കും കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതമൈത്രി സൃഷ്ടിച്ച ഒരു കല്യാണം കൂടിയായിരുന്നു അല്ലെ? നമ്മളെല്ലാവരും, അതായത് ബ്രാഹ്മണാണ്, ബ്രാഹ്മൺ ക്രിസ്ത്യൻ ആ ഒരു രീതിയിലുള്ള വെഡിങ് ഒക്കെ നിങ്ങൾ നടത്തി. സോ അതിന് എന്തെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല? വേറെ എവിടെന്നെങ്കിലും എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടായോ? ആക്ച്വലി ഇല്ല. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യും. ഒരു രീതിയിൽ ഒരു വില്ലനില്ല. എല്ലാവർക്കും മാതൃകയായ ഒരു കല്യാണമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കല്യാണം, ഇഷ്ടപ്പെട്ട കല്യാണമായിരുന്നു.